ഈ ടെലിവിഷൻ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും വിമർശിച്ച ഈ അഡ്വക്കേറ്റ് BN ഹസ്കറിനെതിരെ CPM ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത പാർട്ടിയെ വിമർശിക്കരുതെന്ന് താക്കീത്. കൊല്ലം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള അഡ്വക്കേറ്റ് ബ്രാഞ്ച് വിളിച്ചു ചേർത്ത് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദ് നിർദ്ദേശം നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇടത് നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചയിൽ പോയി CPM വിമർശനം നടത്തരുത് എന്നുള്ളതാണോ ഇപ്പോൾ ഹസ്കറിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ് അരുൺ. ഇടത് നിരീക്ഷകനായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് BA ഹസ്കർ കഴിഞ്ഞ 2-3 ദിവസമായി CPIM-നും മുഖ്യമന്ത്രിക്കും വെള്ളാപ്പള്ളി നടേശനും എതിരായ നിലപാട് ചാനൽ ചർച്ചകളിൽ എടുത്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് ബ്രാഞ്ച്, അതായത് ഹസ്കർ 1992 മുതൽ പാർട്ടിയുടെ അംഗമാണ്. കൊല്ലത്ത് അഡ്വക്കേറ്റ് ബ്രാഞ്ചിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ദേശാഭിമാനി ബ്രാഞ്ച് KC സെന്ററിന്റെ കീഴിലാണ്, സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലാണ്. അതുപോലെ കൊല്ലം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ഒരു ബ്രാഞ്ചാണ് അഡ്വക്കേറ്റ് ബ്രാഞ്ച്. ആ അഡ്വക്കേറ്റ് ബ്രാഞ്ച് ഇന്നലെ അടിയന്തരമായി യോഗം വിളിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MP K സോമപ്രസാദാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെള്ളാപ്പള്ളി നടേശനെയും കൂടി വിമർശിച്ചത്, അത് ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ വിമർശിച്ചത് ശരിയല്ല എന്ന ഒരു നിലപാടാണ് K സോമപ്രസാദ് എടുത്തത്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത്, സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ യോഗം വിളിച്ചതെന്നും തന്റെ നിലപാട് താൻ ഇവിടെ പറയുന്ന കാര്യം സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ട് പറയുകയാണ് എന്ന കാര്യമാണ് സോമപ്രസാദ് പറഞ്ഞത്. പക്ഷേ അതിനോട് ഹസ്കർ ഒരു വഴങ്ങുന്ന നിലപാടല്ല സ്വീകരിച്ചത്. ഹസ്കർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി ലൈനാണ് ഞാൻ പറഞ്ഞത്. അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് 1996 ഒക്ടോബർ 28, 29, 30 തീയതികളിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തിരുത്തൽ രേഖയായി ഒരു കാര്യം പറഞ്ഞിരുന്നു. ജനപ്രതിനിധികൾ അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കയറ്റരുത് എന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ലംഘിച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയത്, അതുകൊണ്ടാണ് വിമർശിച്ചത് എന്ന കാര്യം ഹസ്കർ പറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞത് 2024 ജൂലൈ 8 മുതൽ 10 വരെ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം RSSന്റെ നാവായാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നത് എന്ന വിലയിരുത്തലിലെത്തുകയും അത് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്ര കമ്മിറ്റി RSSന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയവാദ നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചത് എന്ന കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. ഈ സമയത്ത് K സോമപ്രസാദ് അങ്ങനെയാണെങ്കിൽ ഇടത് നിരീക്ഷകൻ എന്നത് മാറ്റി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിൽ ചർച്ചയ്ക്ക് പോകണം എന്ന് പറയുകയായിരുന്നു. പക്ഷേ എന്നെ ഇടത് നിരീക്ഷകൻ എന്ന് ഞാൻ പറഞ്ഞിട്ട് വെക്കുന്നതല്ല, മാധ്യമങ്ങൾ വെക്കുന്നതാണ് എന്ന മറുപടിയാണ് ഹസ്കർ നൽകിയതും. അരുൺകുമാർ.